NGO തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നാളെ നിങ്ങളിപ്പോൾ ഒരു NGO തുടങ്ങി. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. വെറുതെ നമ്മളൊരു 4000 രൂപ 7000 രൂപ കൊടുത്താൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു NGO തുടങ്ങാം, ഒരു സംഘടന തുടങ്ങാം. ഈ സംഘടനയ്ക്ക് നല്ലൊരു ഗുമ്മുള്ള പേര് നിങ്ങൾ ഇടണം. അതായത് വല്ല നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡെന്നോ ടെക്നിക്കൽ ബോർഡ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ എന്നോ കേന്ദ്രം വിദ്യാഭ്യാസം, അങ്ങനെ ഇത്തിരി വെയിറ്റ് വാക്കുകൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു NGO, നല്ലൊരു പേരുള്ളൊരു NGO നിങ്ങൾക്ക് തുടങ്ങാം. ഇത് തുടങ്ങിയതിൻ്റെ ശേഷം ഈ വെയിറ്റ് വാക്കുകൾ വെച്ച് നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്താം. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഇറക്കുന്നുണ്ട്, അത് NGOയുടെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു കഥ നൈസായിട്ട് അങ്ങോട്ട് ഇറക്കാം. ഈ കഥ നിങ്ങൾ ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കൂടെ വേറെ കുറേ കമ്പനികളും കൂടും. അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. കാരണം കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കണേന്ന് പറഞ്ഞാൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അവർ സമീപിക്കും. അതാണ് ഈ NGOസും കമ്പനികൾ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരെണ്ണം തുടങ്ങാം, നല്ല ഗുമ്മുള്ള പേരുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് അവരെ സമീപിച്ചിട്ട് അവർ സർട്ടിഫിക്കേഷൻ എടുക്കും. ആ സർട്ടിഫിക്കേഷന് ഒരു 10,000 രൂപ വില പറയും. ആ 10,000 രൂപ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഇത് നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ ഓഫ് ടെക്നിക്കൽ ആണെന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ കൺവിൻസ് ചെയ്ത് 10,000 രൂപ സ്റ്റുഡൻറ്റിൽ നിന്ന് മേടിക്കും. അത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കുട്ടീനെ കൺവിൻസ് ചെയ്ത് അത് മേടിക്കും. ഈ 10,000 രൂപയിൽ നിന്ന് ഒരു 7,000 രൂപ അവർ വെക്കും, അല്ലെങ്കിൽ 8,000 രൂപ, അല്ലെങ്കിൽ ഒരു 7,000 to 8,000 രൂപ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വെക്കും. ബാക്കി കാശ് ആ മെയിൻ സെൻറ്ററിലേക്ക് അയക്കും, ഈ NGO നടത്തുന്ന ആൾക്ക് അയക്കും. അങ്ങനെ അയച്ച് വർഷങ്ങളായിട്ട് നമ്മളെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെടുകയാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഡിഗ്രിയും PGയും എടുത്ത ആൾക്കാർ വരെ ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട്. പക്ഷേ കഴിവുള്ള, തൊഴിലറിയുന്ന ഒരാൾ, ഏതെങ്കിലും ഒരു കഴിവുള്ള ആൾ സഫർ ചെയ്യണതോ ബുദ്ധിമുട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഇതിനെപ്പറ്റി വിവിധ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഹാർവേഡ് എന്നുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്, ഗവേഷണ കേന്ദ്രം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡീസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഗ്രിയും PGയും എടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന, സഫർ ചെയ്യുന്ന പല ആൾക്കാരും നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ ആയിട്ട്. പക്ഷേ നല്ലൊരു സ്കില്ല്, നല്ലൊരു കഴിവ് അറിയുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു വ്യക്തി സഫർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ സ്കില്ല് ഇനിയിപ്പം അവോധ പഠിപ്പിക്കുന്ന 40 കോഴ്സിൽ ഒരു സ്കില്ലാവണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ പണി ആയിക്കോട്ടെ, പ്ലംബിംഗ് പണി ആയാൽ പോലും നല്ല രീതിയിൽ സ്കില്ല് അറിയുന്ന ഒരാൾ ഒരിക്കലും സഫർ ചെയ്യില്ല. അവൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ട് കുടുംബത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കും. പക്ഷേ സ്കില്ലില്ല, കഴിവില്ലാത്ത ഒരാൾ എത്ര ഡിഗ്രി ഉണ്ട് PG എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ജോലി കിട്ടി രക്ഷപ്പെട്ട അത് വേറെ സ്റ്റോറി. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ രക്ഷപ്പെടത്തില്ല. അതിന് ഒത്തിരി അധികം ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഇക്കോസിസ്റ്റത്തിൽ സർട്ടിഫിക്കേഷൻ പാടില്ല. അവോധ എന്നുള്ള സ്ഥാപനം സർട്ടിഫിക്കേഷൻ കൊടുക്കരുത്, ഇങ്ങനെ എക്സ്ട്രാ കാശ് കളക്ട് ചെയ്തൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഈഥോസ്, ഒരു പ്രിൻസിപ്പിളായിട്ടാണ് ഈ കമ്പനി 22ാം വയസ്സിൽ ഞാൻ തുടങ്ങിയത്. അപ്പം ഈ ഒരു ഈഥോസ് ഇന്ന് ഞാൻ വിട്ടുകളയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കാരണം ഈ സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പല രീതികളും പിടിച്ചു വന്നിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. ഈ ഒരു ഈഥോസ് വിട്ടുകളഞ്ഞിട്ട് ഞാനും അവോധയും ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇനി തൊട്ട് തരാൻ പോവാണ്. സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ബാക്കിയുള്ള വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അവോധ ഒരു സർട്ടിഫിക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, NGO 7,000 രൂപ വില കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു NGOയുടെ സർട്ടിഫിക്കേഷൻ നമ്മളെടുത്ത് തരത്തില്ല. അങ്ങനെ തരുന്നാളും ഭേദം ഈ കമ്പനിയും പൂട്ടിയിട്ട് വീട്ടിൽ പോയി വേറെ ഏതെങ്കിലും നല്ല ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. നമ്മൾ കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ഒരു ബോഡിയുടെ അടുത്ത് മാത്രമേ നമ്മൾ കുട്ടികളുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആൻട്രപ്രണർഷിപ്പിൻ്റെ കീഴിൽ വരുന്ന NSDC, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അക്രഡിഷൻ അവോധ എടുത്തിട്ടുണ്ട്. NSDCയുടെ കീഴിൽ 38ഓളം SSCs, സെക്ടർ സ്കിൽ കൗൺസിൽ, ഓരോരോ ഇൻഡസ്ട്രീസും ഓരോരോ മേഖലകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏൽപ്പിച്ചിരിക്കുന്ന കമ്മിറ്റികളാണ്. അവോധയുടെ എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ടും നമ്മൾ ഈ ഓരോ കമ്മിറ്റീനെ സമീപിക്കുകയും ആ കമ്മിറ്റിയുടെ അടുത്ത് നമ്മൾ വേണ്ട രീതിയിലുള്ള അപ്രൂവൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 38 SSCs ഉണ്ട്, സെക്ടർ സ്കിൽ കൗൺസിലുകൾ. ഈ ഓരോ സെക്ടർ സ്കിൽ കൗൺസിലുകൾ ഓരോ ഇൻഡസ്ട്രീസ് ആണ് നോക്കുന്നത്, ഓരോ കമ്മിറ്റികളുടെ പോലെ. നമ്മൾ ഈ ഓരോ സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ കോഴ്സുകൾക്ക് ആവശ്യമുള്ള അക്രഡിഷൻ, അതായത് അതിനാവശ്യമുള്ള റെക്കഗ്നിഷൻ ഓരോ SSCസിൽ നിന്ന് മേടിക്കുകയും NSDC ആയിട്ട് ഒഫീഷ്യലി തന്നെ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിൽ നമുക്ക് ഈ NSDCയുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അവോധ ഇനി തൊട്ട് 2 സബ്സ്ക്രിപ്ഷൻസിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. 2,800 രൂപ എന്നുള്ള പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു പ്രൈസ് പോയിന്റിൽ അവോധയുടെ വന്നുകൊണ്ടിരുന്ന സബ്സ്ക്രിപ്ഷൻസ്, അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്, ലൈവ് ക്ലാസ്, 9 മണിക്കൂർ ലൈവ് ക്ലാസ്, ജാപ്പ്, ഈ എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ സബ്സ്ക്രിപ്ഷനകത്ത് NSDCയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അറ്റ് ദ സെയിം ടൈം
NSDCയുടെ സർട്ടിഫിക്കേഷൻ, അവോധ വിത്ത് NSDCയുടെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു സെക്കൻഡ് ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതും നമ്മൾ ഏറ്റവും റെക്കഗ്നൈസ്ഡ് ഉള്ള സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന സർട്ടിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നും ഇറ്റ് ഇസ് അപ് ടു യു. നിങ്ങളുടെ ആവശ്യം